ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. എം ലോറൻസിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. മെഡിക്കൽ കോളേജിലെ ഹിയറിംഗ് അപാകതയെന്ന് ഹൈക്കോടതി. മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കുന്നതിന് എതിരായ മകൾ ആശാ ലോറൻസിന്റെ ഹർജി പരിഗണിച്ച് കോടതി. പ്രിൻസിപ്പൽ അല്ലാതെ മറ്റൊരു ഉന്നതാധികാരി വിഷയം പരിഗണിക്കണോ എന്നതിൽ വാദം കേൾക്കും. ആശാ ലോറൻസിന്റെ ഹർജിയിൽ സർക്കാർ വ്യാഴാഴ്ച നിലപാട് അറിയിക്കണം. ഫെഫ്കയ്ക്കെതിരെ ഫിലിം ചേംബറിന്റെ കത്ത്. സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനുമാണ് കത്ത് നൽകിയത്. സ്ത്രീകൾക്ക് പരാതിപ്പെടാൻ ഫെഫ്ക ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ നിയമവിരുദ്ധമാണെന്ന് കത്തിൽ. ലൊക്കേഷനുകളിലെ ICCകളിലാണ് സ്ത്രീകളടക്കം പരാതി ഉന്നയിക്കേണ്ടത്. ICC നടപടി പരിശോധിക്കാൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. ഫെഫ്കയ്ക്കെതിരെ നടപടി വേണമെന്നും കത്തിൽ ആവശ്യപ്പെടും. പോക്സോ കേസിൽ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൻസൺ മാവുങ്കലിനെ വെറുതെ വിട്ടു. ഒന്നാം പ്രതി ജോഷി കുറ്റക്കാരനെന്നും പെരുമ്പാവൂർ അതിവേഗ കോടതി. ഇയാൾക്കെതിരെയുള്ള ശിക്ഷാവിധി അല്പസമയത്തിനകം. തിരുവനന്തപുരം മൃഗശാലയിലെ ഹനുമാൻ കുരങ്ങുകൾ കൂട് ചാടി. മൃഗശാലയിലെ 3 ഹനുമാൻ കുരങ്ങുകളാണ് കൂട് ചാടിയത്. 3 പെൺ ഹനുമാൻ കുരങ്ങുകളെയാണ് രാവിലെ മുതൽ കാണാതായത്. കൂട്ടിൽ അവശേഷിക്കുന്നത് ഒരു ആൺകുരങ്ങ് മാത്രം. ചാടിപ്പോയ കുരങ്ങുകൾ മൃഗശാല വളപ്പിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് അധികൃതർ. ഉടൻ തന്നെ ഇവയെ പിടികൂടുമെന്നും മൃഗശാല അധികൃതർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആദ്യ കേസ്. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് SITക്ക് കൈമാറി. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് നടപടി. FIR ഇട്ടത് കൊരട്ടി സ്വദേശി സജീവിനെതിരെ. SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രതിഷേധം തുടരുന്നു. വിവിധ സംഘടനകൾ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തു. KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ. മന്ത്രി വീണ ജോർജ് സാങ്കേതിക സമിതിയെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. SIT വൈദ്യുതി തടസ്സത്തിൽ KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ PWD KSEB ആശുപത്രി ചർച്ച നടത്തും. ഇന്നലെ എന്ത് സംഭവിച്ചുവെന്ന് പൂർണ്ണമായി പരിശോധിക്കുമെന്നും മന്ത്രി. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഇന്ന് സുപ്രീം കോടതിയിൽ വാദം കേൾക്കും. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. NTF റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തർക്കത്തിലുള്ള 6 പള്ളികൾ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവ് ഒരാഴ്ചയ്ക്കകം നടപ്പാക്കണം. അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും കളക്ടർമാരും ഹൈക്കോടതിയിൽ സമയം ചെലവഴിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസ് 2-ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയും. പ്രതിക്കെതിരെ ചുമത്തിയത് പ്രേരണാകുറ്റം. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഒക്ടോബർ 5-ലേക്ക് മാറ്റി. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അടക്കം കേസിൽ 5 പ്രതികൾ. കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് വാദം. CPM-നെതിരെ വെല്ലുവിളി തുടർന്ന് PV അൻവർ. താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDF ഭരണം നഷ്ടമാകും. മലപ്പുറത്തെ മാത്രമല്ല കോഴിക്കോടും പാലക്കാടും ഭരണം പോകും. ഇടതുമുന്നണി വെല്ലുവിളിച്ചാൽ അതിന് തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുകയാണെന്ന് PV അൻവർ. P ശശിക്കെതിരായുള്ള ആരോപണവും ആവർത്തിച്ചു. താൻ തുടങ്ങിവെച്ചത് വിപ്ലവമായി മാറും. പാർട്ടി തന്നെ മെക്കിട്ട് കയറിയാൽ തിരിച്ചും പറയുമെന്നും അൻവർ. മാമി തിരോധാന കേസിൽ ഇന്ന് വിശദീകരണ യോഗം. യോഗത്തിൽ PV അൻവർ പങ്കെടുക്കും. കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ടാണ് യോഗം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അൻവർ. അൻവറിന്റെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടം താൽക്കാലികമെന്ന് LDF കൺവീനർ. CPM-നെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാവും. പാർട്ടിക്ക് വേവലാതി ഇല്ലെന്നും TP രാമകൃഷ്ണൻ. യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ടുപോയയാൾ. അദ്ദേഹത്തെ പാർട്ടിക്കാരനായി മാധ്യമങ്ങൾ ചിത്രീകരിച്ചുവെന്നും TP രാമകൃഷ്ണൻ.
PV അൻവർ ചെറിയ മീനല്ലെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. കള്ളക്കടത്ത് സംഘം കേരളത്തെ ഭരിക്കുന്നു. സ്വത്ത് തർക്കത്തിൽ പുറത്തുപോയ ആളാണ് അൻവർ. അൻവറിനെ പോലുള്ള ഒരു മാഫിയയുടെ പ്രസംഗം കാണേണ്ട ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന ഘടകം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ. PV അൻവർ വിഷയത്തിൽ CPM-ന് പിന്തുണയുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. അൻവർ ഉന്നയിച്ച ആരോപണത്തിന് സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ട്. പരസ്യമായ ആരോപണം ശരിയല്ല. PV അൻവറിന്റെ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നെന്ന് രമേശ് ചെന്നിത്തല. അൻവറിനെതിരെ കേസെടുക്കുന്നു, പാർക്കിലെ തടയണ പൊളിക്കുന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചാൽ എങ്ങനെ പ്രതികരിക്കുമെന്നതിന്റെ തെളിവാണിത്. PV അൻവർ എന്ന വ്യക്തിയല്ല, ഉയർത്തിയ വിഷയമാണ് പ്രധാനമെന്നും ചെന്നിത്തല. PV അൻവർ പറയുന്നത് മുൻപ് UDF പറഞ്ഞ കാര്യങ്ങൾ തന്നെയെന്ന് VD സതീശൻ. CPM-ൽ നിന്ന് പുറത്തുപോയാൽ അപ്പോൾ നടപടി എന്നതാണ് അവസ്ഥ. കുറ്റവാളികളെ സർക്കാർ സംരക്ഷിക്കുകയാണ്. അൻവറിനെ UDF-ൽ എടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും VD സതീശൻ. ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തം. നിലപാടിൽ ഉറച്ച് CPI-യും LJD-യും. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാൻ സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DGP-യുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. ADGP-യെ മാറ്റണമെന്ന CPI നിലപാടിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് TP രാമകൃഷ്ണൻ. റിപ്പോർട്ട് വരാതെ ഒന്നും പറയാനാകില്ല. ആരോപണം കൊണ്ട് ആരും കുറ്റക്കാർ ആകുന്നില്ലെന്നും LDF കൺവീനർ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ താവളമായി മാറുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അധികാരത്തിൽ കയറുന്നതിന് വേണ്ടി കള്ളക്കടത്തുകാരെ സംരക്ഷിച്ചു. പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയിട്ടല്ലെന്നും സുരേന്ദ്രൻ. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR പാർക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ നടപടികൾ തുടങ്ങി കൂടരഞ്ഞി പഞ്ചായത്ത്. ടെൻഡർ വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയുടെയും WCC-യുടെയും പോരിന്റെ ഇരയാണ് താൻ. ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ NCP-യിൽ ധാരണ. AK ശശീന്ദ്രൻ വഴങ്ങുമോ എന്നതിൽ അവ്യക്തത തുടരുന്നു. കുട്ടനാട് MLA തോമസ് K തോമസിനെ പുതിയ മന്ത്രിയാക്കാനാണ് നീക്കം. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറണമെന്ന് ശരത് പവാർ നിർദ്ദേശിച്ചെന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ. K സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ പങ്കെടുക്കും. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ യോഗം വിലയിരുത്തും. ആത്മഹത്യ ചെയ്ത വൈക്കം AEO-യുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ശ്യാംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിൽ നിന്ന്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാണാതായതായി ഭാര്യ ദീപ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കളും സുഹൃത്തുക്കളും. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. ട്യൂഷൻ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. വിദ്യാർത്ഥികളായതിനാൽ പോലീസിന് കേസെടുക്കാനായില്ല. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവ്. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം സമ്പൂർണ്ണ ഡ്രൈഡേ. 1-ാം തീയതിയും ഗാന്ധി ജയന്തിയും ഒരുമിച്ച് വരുന്നതിനാൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ 2 ദിവസത്തേക്ക് അടഞ്ഞുകിടക്കും. സ്റ്റോക്കെടുപ്പ് പ്രമാണിച്ച് ഇന്ന് രാത്രി 7 മണിക്ക് ബെവ്കോ ഔട്ട്ലെറ്റുകൾ അടയ്ക്കും. ഇന്ന് രാത്രി 11 മണി വരെ ബാറുകൾ പ്രവർത്തിക്കും. നാളെയും മറ്റന്നാളും ബാറുകളും അടച്ചിടും. ഉത്സവ സീസണിൽ അധിക അന്തർ സംസ്ഥാന സർവീസുകളുമായി KSRTC. ഒക്ടോബർ 9 മുതൽ നവംബർ 7 വരെ പ്രത്യേക അധിക സർവീസുകൾ. കേരളത്തിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സർവീസ്.
സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ബോഗൻവില്ല സിനിമയിലെ ഗാനത്തിനെതിരെ പരാതിയുമായി സീറോ മലബാർ സഭ. ക്രൈസ്തവ വിശ്വാസത്തെ വികലമാക്കുന്നതാണ് ഗാനമെന്ന് സഭ. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനത്തിനെതിരായാണ് പരാതി. ഗാനത്തിനെതിരെ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും സെൻസർ ബോർഡിനും പരാതി നൽകി. ദേശീയ വാർത്തകൾ നോക്കാം. ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തിക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ബഹുമതി. ഒക്ടോബർ 8-ന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. നേപ്പാളിലെ പ്രളയത്തിലും മണ്ണിടിച്ചിലും പെട്ട് 170 മരണം, 42 പേരെ കാണാതായി. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം കിഴക്കൻ മധ്യ നേപ്പാളിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. പ്രകൃതി ദുരന്തത്തിൽ 111 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴെയിറക്കാതെ മരിക്കില്ലെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവന. ഖാർഗെക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ. അനാവശ്യമായി പ്രധാനമന്ത്രിയെ വിഷയത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. മോദിയെ കോൺഗ്രസുകാർക്ക് എത്ര ഭയവും വെറുപ്പുമാണെന്നതിന് തെളിവാണിത്. മോദിയും താനും ഖാർഗെയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നെന്നും അമിത്ഷാ. ജമ്മുകശ്മീരിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക്. 415 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദും മുസാഫർ ബേഗും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രമുഖർ. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷ. കത്തുവയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ജമ്മു മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP ആനന്ദ് ജെയിൻ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. നരേൻഗഡ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണം കുരുക്ഷേത്രയിൽ സമാപിക്കും. പ്രിയങ്ക ഗാന്ധിയും മറ്റ് പ്രമുഖ നേതാക്കളും രാഹുലിനെ അനുഗമിക്കും. ഒക്ടോബർ 5-ന് ഹരിയാന പോളിംഗ് ബൂത്തിലേക്കെത്തും. വെൽഡിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച് ഡൽഹിയിൽ 1 മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവം ദ്വാർക്ക ജില്ലയിലെ ഭർത്താലിൽ. അപകടം ടാങ്കർ ലോറി വെൽഡ് ചെയ്യുന്നതിനിടെ. സ്ഫോടന കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂസ് ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണത്തെ തുടർന്ന്. ഒക്ടോബർ 3 വരെ സന്ദർശനം തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആദ്യമായാണ് ഒരു ജമൈക്കൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയുമായുള്ള പുതിയ നയതന്ത്ര വ്യാവസായിക കരാറുകൾ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷ. ജനസംഖ്യയുടെ 70% പേർക്കും പോഷകാഹാരം ഉറപ്പുവരുത്താൻ അസം സർക്കാർ കൂടുതൽ പേരെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. 17 ലക്ഷം പുതിയ ഗുണഭോക്താക്കൾക്കും ഭക്ഷ്യപരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. മുൻപ് ഒഴിവാക്കിയ 2 ലക്ഷത്തോളം പേരെയും ഉൾപ്പെടുത്തും. ഉത്തർപ്രദേശിലെ കർഖേഡ ഗ്രാമത്തിൽ ഭീതി വിതച്ച പുലിയെ പിടികൂടി. വനംവകുപ്പിന്റെയും വെറ്റിനറി സംഘത്തിന്റെ സഹായത്തോടെയായിരുന്നു ദൗത്യം. പുലിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും. സമീപത്തെ ബഹ്റൈച്ച് ഡിവിഷനിൽ ചെന്നായ ആക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങൾ ശക്തമാക്കി ഇസ്രയേൽ. 3 പാലസ്തീൻ നേതാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ബെയ്റൂട്ടിലെ കോല ജില്ലയിലെ അപ്പാർട്ട്മെന്റിന് മുകൾ നിലയിലാണ് ആക്രമണം. ആക്രമണത്തിൽ ഇസ്രയേൽ വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല. യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങി ഇസ്രയേൽ. ഹുദൈദ തുറമുഖത്ത് ഉഗ്രസ്ഫോടനം. വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 33 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആദ്യ കേസ്. കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് SITക്ക് കൈമാറി.
കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് നടപടി. എഫ്ഐആർ ഇട്ടത് കൊരട്ടി സ്വദേശി സജീവിനെതിരെ. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാത്രി 3 മണിക്കൂറിലേറെയാണ് ആശുപത്രി ഇരുട്ടിലായത്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത്. പകരം സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അതും പ്രവർത്തിച്ചില്ല. രോഗികളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. SIT വൈദ്യുതി തടസ്സത്തിൽ KSEBയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ PWD KSEB ആശുപത്രി ചർച്ച നടത്തും. ഇന്നലെ എന്ത് സംഭവിച്ചുവെന്ന് പൂർണ്ണമായി പരിശോധിക്കുമെന്നും മന്ത്രി. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. ട്യൂഷൻ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. വിദ്യാർത്ഥികളായതിനാൽ പോലീസിന് കേസെടുക്കാനായില്ല. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവ്. കോട്ടയം വൈക്കത്ത് ഓൾ കേരള കരാട്ടെ മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യൻ വോളിബോൾ ടീം മുൻ ക്യാപ്റ്റൻ ടോം ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് 100 കണക്കിന് മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കൂത്താട്ടുകുളം ഡോജോ ടീം ഓവറോൾ ചാമ്പ്യന്മാരായി. ഉഴവൂർ ഡോജോ 2ാം സ്ഥാനവും വരിക്കാംകുന്ന് ഡോജോ 3ാം സ്ഥാനവും സ്വന്തമാക്കി. വിജയികൾക്ക് അജാന്തര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള സെലക്ഷൻ ലഭിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം പരമ്പരാഗത കൊമ്പനാനയുടെ ചിത്രത്തിന് പകരം ഓറഞ്ച് പശ്ചാത്തലത്തിൽ ആനയെ അവതരിപ്പിച്ചതിന്. ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ജേഴ്സിയുമായി ചേർന്നുള്ള ലോഗോയാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പഴയ ലോഗോയിലേക്ക് മാറി. ഇന്ത്യ ബംഗ്ലാദേശ് കാൺപൂർ ക്രിക്കറ്റ് ടെസ്റ്റ് 4ാം ദിനത്തിന് തുടക്കം. 2 ദിവസങ്ങളിലായി മഴ മൂലം ഒരു പന്ത് പോലും എറിയാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ 205-ന് 6 എന്ന നിലയിലാണ് ബംഗ്ലാദേശ്. രവിചന്ദ്രൻ അശ്വിനും ആകാശ് ദീപും 2 വിക്കറ്റുകൾ വീതം നേടിയപ്പോൾ ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റ് വീതം നേടി. ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി പുതിയ ചിത്രമൊരുങ്ങുന്നു. ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. സംവിധാനം MA നിഷാദ്. KV അബ്ദുൽ നാസറാണ് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത്. 64ഓളം താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നു. ഹിറ്റുകളുടെ തുടർക്കഥ രചിക്കാൻ ആസിഫ് അലി. സസ്പെൻസിൽ മുങ്ങി രേഖാചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പിള്ളിയാണ്. ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനശ്വര രാജൻ പ്രധാന കഥാപാത്രമായി എത്തുന്നു. ശശികുമാറും സിമ്രാനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. $1 മില്യൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവാഗതനായ അഭിഷൻ ജീവൻ സംവിധാനം ചെയ്യും. യോഗി ബാബുവും രമേശ് തിലകും മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ബജറ്റിൽ അവതരിപ്പിച്ച ചില ആദായ നികുതി നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനുകളുടെ നികുതി നിരക്കുകൾ ഉയരും. 0.02% മുതൽ 0.1% വരെയാണ് നികുതി വർധന. നികുതിദായകർക്ക് പരാതികൾ തീർപ്പാക്കാൻ കഴിയുന്ന വിവാദ് സേ വിശ്വാസ് പദ്ധതിയും നടപ്പാക്കും. പദ്ധതി നടപ്പാക്കുക ഒക്ടോബർ 1 മുതൽ. ലുലു ഗ്രൂപ്പ് വീണ്ടും ആന്ധ്രാപ്രദേശിലേക്ക്. തിരികെ വിളിച്ച് ചന്ദ്രബാബു നായിഡു. മടങ്ങിവരവ് ആന്ധ്രയ്ക്ക് ഊർജം പകരുമെന്നും ചന്ദ്രബാബു നായിഡു എക്സിൽ. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപവുമായി ടാറ്റ. തമിഴ്നാട്ടിലെ ഹൊസൂരിലെ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ 20,000-ത്തിലധികം ജീവനക്കാരെ നിയമിക്കും. റാണിപ്പേട്ടിൽ നിർമ്മാണശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം. ഇന്ന് രാത്രി 7:30 മുതൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യും. പദ്ധതി പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ. മംഗളൂരു അടയാർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം തീപിടുത്തം. ആഡംബര കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഗുരുദീപ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കാറിനാണ് തീപിടിച്ചത്. കാറിലുണ്ടായിരുന്ന ഗുരുദീപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
കാസർഗോഡ് വീടുകളിൽ ആത്മീയ വിരുന്നൊരുക്കി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ. മുഹമ്മദ് നബിയുടെ ജന്മദിന മാസത്തിലാണ് വിരുന്നൊരുക്കുന്നത്. വീടുകളിലാണ് വിരുന്ന്. കൊല്ലം ചിതറ എണ്ണപ്പനത്തോട്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എണ്ണപ്പനത്തോട്ടത്തിലെ ജീവനക്കാരന്റെ വാഹനമാണ് കത്തി നശിച്ചത്. 3 മാസം മാത്രം പഴക്കമുള്ള യമഹ ഫാസിനോ സ്കൂട്ടറാണ് കത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കാസർഗോഡ് അമിത വേഗതയിൽ ഓടിയ കാർ പോലീസ് വാഹനത്തിൽ ഉരസി. മറ്റ് 2 വാഹനങ്ങളിലും ഇടിച്ചു. സംഭവത്തിൽ 18കാരനെതിരെ കേസെടുത്ത് പോലീസ്. ചട്ടഞ്ചാൽ മുണ്ടോളിലെ AR ഫർഹാനെതിരെയാണ് കേസെടുത്തത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രെയിൻ ഉപയോഗിച്ചാണ് കാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. വടക്കേക്കാട് തൊഴിയൂർ മാളിയേക്കൽപ്പടിയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് താമരയൂർ സ്വദേശി അക്ഷയ്, തൊഴിയൂർ സ്വദേശി രാജൻ എന്നിവർ. പരിക്കേറ്റത് കാട്ടങ്കാമ്പാൽ സ്വദേശി നിരഞ്ജന്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് അനൂർ റോഡ് ഭാഗത്തു നിന്ന് വന്ന സൈക്കിളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ 1ാം സ്ഥാനം നേടി മലയാളി വിദ്യാർത്ഥികൾ. ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് നേട്ടം കൈവരിച്ചത്. മലപ്പുറം എടയൂർ സ്വദേശി മഹി കൃഷ്ണ ഉൾപ്പെടെ 5 പേരാണ് വിജയികളായത്. ശുചിത്വ കേരളം സുസ്ഥിര കേരളത്തിന്റെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം സാധ്യമാക്കാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കൊട്ടാരക്കരയിൽ നിർവഹിക്കും. മഹിളാ കോൺഗ്രസ് ഉടുമ്പൻചോല ബ്ലോക്ക് തല ക്യാമ്പും മെമ്പർഷിപ്പ് വിതരണവും ശാന്തൻപാറയിൽ നടന്നു. ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു നിർവഹിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളുടെ ഏകോപനം ചർച്ച ചെയ്ത് നേതാക്കൾ. ഓട്ടോറിക്ഷയിൽ നിന്നും ഉപകരണങ്ങൾ മോഷ്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്നയാൾ അറസ്റ്റിൽ. ഇടുക്കി നെടുങ്കണ്ടം 5മുക്ക് സ്വദേശി തോമസ് ആണ് അറസ്റ്റിലായത്. തിരുവോണ നാളിൽ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിൽ നിന്നായിരുന്നു മോഷണം. ലോക വയോജന ദിനത്തിൽ ലുലു മാളിൽ വയോജനങ്ങളുടെ ഫ്ലാഷ് മോബ് വയോജനാഘോഷ ദിനത്തിന് മുന്നോടിയായി പരിപാടി സംഘടിപ്പിക്കുക എറണാകുളം ജില്ലാ പഞ്ചായത്ത്. മലപ്പുറം വാളാഞ്ചേരി പട്ടാമ്പി റോഡിൽ കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിലിടിച്ച് അപകടം. വാളാഞ്ചേരി പട്ടാമ്പി റോഡിൽ സ്വകാര്യ ഹോസ്പിറ്റലിന് സമീപമായിരുന്നു അപകടം. ട്രാൻസ്ഫോമറിലേക്ക് കയറിയ കാർ ഇടിച്ചു നിന്നത് ഫുട്പാത്തിൽ. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം മുന്നൊരുക്കങ്ങൾ നടത്താതെയെന്ന് ആരോപണം. പാലാരിവട്ടം കാക്കനാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. കേരളത്തിലെ 2ാമത്തെ ആധുനികവൽക്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ആലപ്പുഴയിൽ. ഏവൂർ ആറാട്ട് കൊട്ടാരത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. ഗ്രൗണ്ട് ഒരുക്കിയത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കൂട്ടായ്മയിൽ. പാർക്കിംഗ്, വിശ്രമ മുറികൾ, ഓഫീസ്, ടോയ്ലറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തുറക്കാതെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും മെഷീനുകളുടെ അഭാവവും പ്രതിസന്ധിക്ക് കാരണം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.